ശശി തരൂരിനെതിരെയും കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ട്. ശശി തരൂർ എം പി ആശയക്കുഴപ്പത്തിലാണെന്ന് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ്. തരൂരിന് മുഖ്യമന്ത്രിയാകണം, അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് BJP യെക്കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഭാവിയില്ല, ഇതാണ് തരൂരിന്റെ ആശയക്കുഴപ്പത്തിന് കാരണമെന്നും ഇമ്രാൻ മസൂദ് പറയുന്നു. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, തരൂരിന്റെ മനസ്സ് വായിച്ചതുപോലെയാണ് ഇമ്രാൻ മസൂദിന്റെ പ്രതികരണം. എങ്ങനെ വേണം ഇതിനെ കാണാൻ? സുജയ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ നാളുകളായി ശശി തരൂർ നിരന്തരം കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ്. അതെപ്പോഴും BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടാണ് തരൂരിന്റെ ഓരോ പ്രതികരണവും വരുന്നത്. ഇന്നലെയാണെങ്കിൽ പോലും ബീഹാറിലെ 20 വർഷത്തെ NDA ഭരണത്തെ തരൂർ വലിയ രീതിയിൽ പുകഴ്ത്തിയിരുന്നു. വലിയ മാറ്റം ബീഹാറിൽ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ വരുന്നത്. വലിയ അതൃപ്തി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് MP ഇമ്രാൻ മസൂദാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ശശി തരൂർ വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്ന് ഇമ്രാൻ മസൂദ് പറയുന്നു. ശശി തരൂരിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം, പക്ഷേ BJPക്ക് കേരളത്തിൽ ഭാവിയില്ല, അതുകൊണ്ട് അദ്ദേഹം വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് ഇപ്പോൾ പരിഹാസം ഉന്നയിക്കുന്നത്. അതായത് തരൂർ BJPയിൽ പോയാൽ മാത്രമേ മുഖ്യമന്ത്രിയാവുകയുള്ളൂ, പക്ഷേ BJPക്ക് കേരളത്തിൽ ഒരു ഭാവിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ തരൂർ ആശങ്കയിലാണ് എന്നാണ് ഇമ്രാൻ മസൂദ് പറഞ്ഞു വെക്കുന്നത്. തരൂരിന്റെ കഴിഞ്ഞ കുറേ നാളത്തെ BJP അനുകൂല പ്രസ്താവനകൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളോട് ഇങ്ങനെ കാര്യങ്ങൾ പറയിക്കുന്നത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതായുണ്ട്. കാരണം ബീഹാറിൽ വലിയ തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങിയപ്പോഴാണ് 20 വർഷത്തെ നിതീഷ് കുമാറിന്റെ ഭരണം അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും വലിയ റോഡുകൾ ഉണ്ടായെന്നും വലിയ വികസനം നടന്നു എന്നൊക്കെ തരൂർ ഇന്നലെ വലിയ തരത്തിൽ വാചാലനായത്. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്കയും വലിയ അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഇമ്രാൻ മസൂദിനെ പോലെയോ അതോടൊപ്പം തന്നെ സന്ദീപ് ദീക്ഷിത്തിനെ പോലെയുള്ള നേതാക്കളാണ് എപ്പോഴും ശശി തരൂർ, പവൻ കേരയെ പോലുള്ള നേതാക്കളാണ് എപ്പോഴും ശശി തരൂർ ഇത്തരത്തിൽ കോൺഗ്രസിൽ വെട്ടിലാക്കുമ്പോൾ പ്രതികരണവുമായി വരുന്നത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട നേതൃത്വം മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ, രാഹുൽ ഗാന്ധി ആകട്ടെ, KC വേണുഗോപാൽ ആകട്ടെ, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിൽ മൗനം തുടരുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തരൂരിനെ മത്സരത്തിൽ പ്രത്യേകിച്ച് പ്രചരണരംഗത്തേക്ക് സജീവമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസ് MP തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇമ്രാൻ മസൂദ് അദ്ദേഹം പറയുന്നത് ശശി തരൂരിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം, പക്ഷേ BJPയിൽ പോയാൽ മാത്രമേ ആവുകയുള്ളൂ, പക്ഷേ BJPക്ക് ഒരു ഭാവിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആശങ്കയിലാണ് എന്ന് വ്യക്തമാക്കുന്നത്. സുജയ.